ഞാൻ പറയുന്നത് ഇരിക്കാൻ നല്ല വിളഞ്ഞ അച്ഛൻ ഇറക്കിയില്ലേ അതിന്റെ ടേസ്റ്റാണ്. അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറൊന്നുമല്ല, കക്ക ഇറച്ചി കൊണ്ടും പിന്നെ നമ്മുടെ റേഷൻ അരി കൊണ്ടും നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കലം അടുപ്പിൽ വെച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് അതിനകത്തോട്ട് കക്കയെല്ലാം കൂടി ഇട്ടി ഒന്ന് പുഴുങ്ങിയെടുക്കാം. പിന്നെ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ വേണം അതിനകത്ത് ചേറൊക്കെ ഒന്ന് പോകാനായിട്ട്. ഇവിടെ നമ്മളിട്ട കക്ക നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം പുഴുങ്ങി വരുമ്പോൾ ഇതിൻ്റെ വായെല്ലാം ഇങ്ങനെ പൊളിച്ചിട്ട് ഇറച്ചി മാത്രം ഇങ്ങനെ വെളി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അതിൻ്റെ തോക്കയെല്ലാം മാറ്റിയിട്ട് ഇറച്ചി മാത്രം നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇവിടെ നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് റേഷൻ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ റേഷൻ അരി നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു കലത്തിൽ അല്പം വെള്ളവും ചേർത്തിട്ട് അതിനകത്തിട്ട് നമുക്ക് ഏലക്ക, പട്ട, തക്കോലം ചേർത്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു വേവ് മതി, ഓവറായിട്ട് വെന്ത് പോയാൽ നമുക്ക് ഇത് പറ്റാതാവും. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വലിയാനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും സബോളയും ബീൻസും വെളുത്തുള്ളിയും ക്യാരറ്റുമാണ്. അപ്പോൾ അതുകൂടാതെ നമുക്ക് ഉണക്കമുന്തിരി വേണം, പിന്നെ അണ്ടിപ്പരിപ്പും, പിന്നെ ഒരു ചെറിയ ടിന്ന് നെയ്യും വേണം. അപ്പോൾ ഈ നമ്മൾ ഉണക്കമുന്തിരിയും പിന്നെ അണ്ടിപ്പരിപ്പും നമുക്ക് ലാസ്റ്റായിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് നെയ്ക്കകത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കാം.
അപ്പോൾ നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് പിന്നെ നമുക്കൊരു ശകലം നെയ്യും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ച ഒരു ഐറ്റംസ് ഇട്ടൊന്ന് വരട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റുകയും വേണം. അപ്പോൾ ഇവിടെ എല്ലാം ഇട്ട ഐറ്റംസ് എല്ലാം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് ചോറിനകത്ത് ചേർക്കാനുള്ള ഐറ്റമാണ്. ഇനി നമുക്ക് കക്കാറച്ചി റെഡിയാക്കണം. അതിനായിട്ട് നമുക്ക് ഒരു പാനിൽ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരല്പം കടുകും കൂടി ഇടണം. പിന്നെ നമുക്കിനകത്ത് വേണ്ടത് സബോളയാണ്. സബോള നമുക്ക് 2 ടൈപ്പായിട്ട് അരിഞ്ഞത് വേണം. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒന്ന് വലുതായിട്ട് അരിഞ്ഞതും. പിന്നെ നമുക്ക് വേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. ഇത് നല്ലോണം വരണ്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പാകത്തിന് ഉപ്പും പിന്നെ മുളക് പൊടി പാകത്തിന് പിന്നെ കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇത്രയും കൂടി ചേർത്ത് നമുക്ക് ഇത് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് കക്കാറച്ചി കഴുകി വൃത്തിയാക്കിയത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ കക്കാറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണക്കമുതിരിയും പിന്നെ അണ്ടിപ്പരിപ്പും നമുക്ക് നെയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു വലിയൊരു പാനിൽ ഒരല്പം നെയ്യ് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചോറ് ആഡ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് നെയ്യിൽ വറുത്ത എല്ലാ ഐറ്റംസും നമുക്ക് ഈ ചോറിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇവിടെ നമ്മൾ നെയ്യിൽ വറുത്ത ഐറ്റംസ് എല്ലാം ചോറിൽ റെഡിയാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് ഒരു ലെയർ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്തതായിട്ട് ഈ കക്കാർച്ചി ഒരു ലെയർ ഇടണം. അങ്ങനെ ഓരോ ലെയർ വീതം നമുക്ക് ഇട്ടിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് മല്ലിയിലയും പുതിനയിലയും നല്ലോണം ഒന്ന് കീറിയിടാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടാനായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ചെറുനാരങ്ങ നല്ലോണം ഇച്ചിരി പഴുത്താണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വീണ്ടും കൂടും. അപ്പോൾ ഇതിൻ്റെ നീര് നമുക്ക് ഇനി ചുറ്റും ഒന്ന് മുകളിൽ ഒഴിച്ചെടുക്കാം. പിന്നെ എന്താ പറയുക, ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടാമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടുമിടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.